പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിങ് അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബബിൾ റാപ്പാണ്. ബബിൾ റാപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ പോളയുള്ള ഭാഗമില്ലേ, ആ ഭാഗത്തേക്ക് പൊട്ടിയതായാലും കുഴപ്പമില്ല, ആ ഭാഗത്തേക്ക് ഇങ്ങനെ പല കളർ പെയിൻറ്റുകൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാം. ഇപ്പോൾ 2 കളറൊക്കെ മതിയെങ്കിൽ 2 കളർ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ പല കളേഴ്സ് കൊടുക്കുന്നുണ്ട്. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടുത്തടുത്ത് ഒരേപോലത്തെ കളേഴ്സ് വെക്കാതിരിക്കണേക്കാളും ഇടയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, ഇപ്പോൾ യെല്ലോ കഴിഞ്ഞ് ഓറഞ്ച് കൊടുക്കാതെ അതിൻ്റെ ഇടയിൽ ബ്ലൂവോ ഗ്രീനോ റെഡോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന് ഇത്തിരി സെപ്പറേഷൻ പോലെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെയും ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ കളേഴ്സ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ് കേട്ടോ. ഇഷ്ടമുള്ള പെയിൻറ്റ് എടുക്കാം, നിങ്ങളുടെ കയ്യിലുള്ള ഏത് പെയിൻ്റ് ആയാലും എടുക്കാം. പക്ഷേ വാട്ടർ കളറിൽ തന്നെ ട്യൂബായിട്ടുള്ള വാട്ടർ കളേഴ്സ് അല്ലാതെ ഉള്ള വാട്ടർ കളേഴ്സ് ആണെങ്കിൽ ഇത്ര കളർ കിട്ടില്ല. അപ്പോൾ ചെറിയ കളറായിരിക്കും ഉണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അത് വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ പെയിൻറ്റ് കൊടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് ഒന്ന് ആക്കി കൊടുക്കുക. ഒരുപാട് വെള്ളം ആവരുത്, കുറച്ച് മാത്രം വെള്ളം. എന്നിട്ട് ഇത് താഴെ വെച്ചതിന് ശേഷം നമുക്ക് ഏത് പേപ്പറിലാണോ ചെയ്യേണ്ടത് ആ പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. നന്നായി അമർത്തി കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതെടുത്ത് മാറ്റുക. അല്ലെങ്കിൽ ബബിൾസിൻ്റെ ഒരു ചെറിയൊരു പാറ്റേൺ അതുമ്പോൾ ഫോം ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റാത്ത പോലെയാവും. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം എടുക്കുക. ഒരുപാട് ഡ്രൈ ആവരുത്. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ പേപ്പർ അടക്കം ഇതിൻ്റെ കൂടെ പോരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വെള്ളം അധികം ചേർത്തിട്ടില്ലെങ്കിൽ ഉണങ്ങാൻ നിൽക്കണ്ട, അപ്പം തന്നെ എടുത്ത് നോക്കുക. നമുക്ക് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും അതിങ്ങനെ ഒന്നിച്ച് ചേർന്ന് പോകും, അതിന് മാത്രം വെള്ളം ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെക്കുക. അങ്ങനെ ഞാനൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനത് എടുത്ത് മാറ്റുമ്പോൾ നമുക്കിങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ പിക്ചർ വരച്ചു കൊടുക്കാം, കോഡ്സ് എഴുതി കൊടുക്കാം, ഇത് വെച്ചിട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പിക്ചർ വരച്ചു കൊടുക്കാൻ പോവാണ്. പിക്ചർ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രെയിം ചെയ്തൊക്കെ വെക്കാം കേട്ടോ. ഇനി നമുക്കിത് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നടുക്കൊരു ഫോട്ടോ ഒക്കെ ഒട്ടിക്കുകയാണെങ്കിലും നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ബൈ.